ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജായി IRS ഉദ്യോഗസ്ഥൻ രാഹുൽ നവീൻ നിയമിതനായി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജായി IRS ഉദ്യോഗസ്ഥൻ രാഹുൽ നവീൻ നിയമിതനായി. ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിന് ഹാസ്യ നൊബേൽ എന്നറിയപ്പെടുന്ന ഇഗ് നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിന് ഹാസ്യ നൊബേൽ എന്നറിയപ്പെടുന്ന ഇഗ് നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഡയമണ്ട് ലീഗ് ഫൈനൽസിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമണ്ട് ലീഗ് ഫൈനൽസിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച്. ചൈനയിലെ ഹാങ്ചോവിൽ ആരംഭിച്ച ഏഷ്യൻ ഗെയിംസിൽ ഹോക്കി താരം ഹർമൻ പ്രീത് സിംഗ്, ബോക്സിംഗ് താരം ലവ്ലീന ബോർഗോഹെൻ എന്നിവർ ഇന്ത്യൻ പതാക വഹിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിലെ ഹാങ്ചോവിൽ ആരംഭിച്ച ഏഷ്യൻ ഗെയിംസിൽ ഹോക്കി താരം ഹർമൻ പ്രീത് സിംഗ്, ബോക്സിംഗ് താരം ലവ്ലീന ബോർഗോഹെൻ എന്നിവർ ഇന്ത്യൻ പതാക വഹിച്ചു. ഏഷ്യ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ശ്രീലങ്കയെയാണ്. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമായ നാവിക് ഉപയോഗിക്കും. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമായ നാവിക് ഉപയോഗിക്കും. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ്. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെട്രാസ്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം നടൻ മധു, വയനാട്ടിലെ നെൽവയൽ കർഷകൻ ചെറുവയൽ രാമൻ എന്നിവർക്ക് സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം നടൻ മധു, വയനാട്ടിലെ നെൽവയൽ കർഷകൻ ചെറുവയൽ രാമൻ എന്നിവർക്ക് സമ്മാനിക്കും. 2021 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര താരം വഹീദ റഹ്മാന്. 2021 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര താരം വഹീദ റഹ്മാന്. ഏഷ്യൻ ഗെയിംസിൽ 41 വർഷത്തിനു ശേഷം അശ്വാഭ്യാസത്തിൽ ഇന്ത്യൻ ടീമിന് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ 41 വർഷത്തിനു ശേഷം അശ്വാഭ്യാസത്തിൽ ഇന്ത്യൻ ടീമിന് സ്വർണം. സുദീപ്തി ഹജേല, ഹൃദയ് വിഫുൽ ഛേദ, അനുഷ് അഗർവല്ല, ദിവ്യ കൃതി സിംഗ് എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം നേടിയത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ 41 വർഷത്തിനു ശേഷമാണ് അശ്വാഭ്യാസത്തിൽ ഇന്ത്യൻ ടീമിന് സ്വർണം നേടുന്നത്. സുദീപ്തി ഹജേല, ഹൃദയ് വിഫുൽ ഛേദ, അനുഷ് അഗർവല്ല, ദിവ്യകൃതി സിംഗ് എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം നേടിയത്. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി മലയാളി സിനിമാ താരവും മുൻ രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി മലയാളി സിനിമാ താരവും മുൻ രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. അടുത്ത വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മലയാള ചലച്ചിത്രം 2018 തിരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മലയാള ചലച്ചിത്രം 2018 തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത പോയിന്റ്, എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ CR ഓമനക്കുട്ടൻ അന്തരിച്ചു. അപ്പോൾ CR ഓമനക്കുട്ടൻ എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമാണ്. വിഖ്യാത എഴുത്തുകാരി ഗീതാ മേത്ത അന്തരിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ സഹോദരിയാണ്. പ്രശസ്ത നാടക സംഗീത സിനിമാ കലാകാരൻ മരട് ജോസഫ് അന്തരിച്ചു.
പ്രശസ്ത നാടക സംഗീത സിനിമാ കലാകാരൻ മരട് ജോസഫ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി വിശിഷ്ടാംഗത്വം അടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി വിശിഷ്ടാംഗത്വം അടക്കം ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. ദി മാൻ ഫ്രം അങ്കിൾ എന്ന പരമ്പരയിലൂടെ പ്രശസ്തനായ സ്കോട്ടിഷ് നടൻ ഡേവിഡ് മക്കല്ലം അന്തരിച്ചു. ദി മാൻ ഫ്രം അങ്കിൾ എന്ന പരമ്പരയിലൂടെ പ്രശസ്തനായ സ്കോട്ടിഷ് നടൻ ഡേവിഡ് മക്കല്ലം അന്തരിച്ചു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്, മരിയോ വർഗാസ് ലോസ തുടങ്ങിയ നൊബേൽ പുരസ്കാര ജേതാക്കളുടെ സ്പാനിഷ്, ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിൽ നിന്നുള്ള കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്ത വിവർത്തക എഡിത്ത് ഗ്രോസ് അന്തരിച്ചു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്, മരിയോ വർഗാസ് ലോസ തുടങ്ങിയ നൊബേൽ പുരസ്കാര ജേതാക്കളുടെ സ്പാനിഷ്, ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിൽ നിന്നുള്ള കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്ത വിവർത്തക എഡിത്ത് ഗ്രോസ്മാൻ അന്തരിച്ചു. എഡിത്ത് ഗ്രോസ്മാൻ. പ്രമുഖ ഭാഷാശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ BC ബാലകൃഷ്ണൻ അന്തരിച്ചു. പ്രമുഖ ഭാഷാശാസ്ത്ര പണ്ഡിതനായ BC ബാലകൃഷ്ണൻ അന്തരിച്ചു. ലെക്സിക്കോഗ്രാഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. ലെക്സിക്കോഗ്രാഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചു. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ KG ജോർജ്. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ KG ജോർജ് അന്തരിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേരളത്തിന്. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേരളത്തിന്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ E. ബോർലോഗ് പുരസ്കാരം ഒഡീഷക്കാരിയായ ഡോക്ടർ സ്വാതി നായകിന്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ E. ബോർലോഗ് പുരസ്കാരം ഒഡീഷക്കാരിയായ ഡോക്ടർ സ്വാതി നായകിന്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ആപ്പിളിനാണ് 2ാം സ്ഥാനം. അപ്പോൾ 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ആപ്പിളാണ് 2ാം സ്ഥാനം. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ സംവിധാൻ സദൻ എന്നറിയപ്പെടും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ സംവിധാൻ സദൻ എന്ന് അറിയപ്പെടും. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയെന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയെന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യൻ വംശജ ചേത്ന മാരുവിൻ്റെ വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ 2023 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ത്യൻ വംശജ ചേത്ന മാരുവിൻ്റെ വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ 2023 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചു. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി പ്രമീള മാലിക് ചുമതലയേറ്റു. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി പ്രമീള മാലിക് ചുമതലയേറ്റു. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ടൊവിനോ തോമസിന്. 2018 എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ടൊവിനോ തോമസിന്. 2018 അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരമായി ഇന്ത്യയുടെ ലിയാണ്ടർ പെയ്സ്. അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരമായി ഇന്ത്യയുടെ ലിയാണ്ടർ പെയ്സ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരത്തിന് M. മുകുന്ദൻ അർഹനായി. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരത്തിന് M. മുകുന്ദൻ അർഹനായി. മാലിദ്വീപ് പ്രസിഡന്റായി ചൈനീസ് അനുകൂലി മുഹമ്മദ് മുയിസ് തിരഞ്ഞെടുക്കപ്പെട്ടു. മാലിദ്വീപ് പ്രസിഡന്റായി ചൈനീസ് അനുകൂലി മുഹമ്മദ് മുയിസ് തിരഞ്ഞെടുക്കപ്പെട്ടു.
CH മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച CH മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം MA യൂസഫ് അലിക്ക്. CH മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച CH മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം MA യൂസഫ് അലിക്ക്. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാനായി ഡെക്കാൻ ഹെറാൾഡിലെ KN ശാന്ത്കുമാറിനെ തിരഞ്ഞെടുത്തു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി ഡെക്കാൻ ഹെറാൾഡിലെ KN ശാന്ത്കുമാറിനെ തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുത്തു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ PK രാമചന്ദ്രൻ നായർ അർഹനായി. PK രാമചന്ദ്രൻ നായർ. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ISRO ചെയർമാൻ S സ്വാമിനാഥന്. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥന്. MKR ഫൗണ്ടേഷന്റെ കർമ്മശ്രേഷ്ഠ കർമ്മ പുരസ്കാരങ്ങൾക്ക് യഥാക്രമം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TJS ജോർജ്, സാമൂഹ്യ പ്രവർത്തക ദയാഭായ് എന്നിവർ അർഹരായി. MKR ഫൗണ്ടേഷന്റെ കർമ്മശ്രേഷ്ഠ കർമ്മ പുരസ്കാരങ്ങൾക്ക് യഥാക്രമം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TJS ജോർജ്, സാമൂഹ്യ പ്രവർത്തക ദയാഭായ് എന്നിവർ അർഹരായി. റിലയൻസ് റീറ്റെയിലിന്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. റിലയൻസ് റീറ്റെയിലിന്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് 28 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കെട്ടിടം അമേസ് 28 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. നിർമ്മാണ ചുമതല കേന്ദ്രത്തിനായിരുന്നു. തുടർച്ചയായ 3-ാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പന്. തുടർച്ചയായ 3-ാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പന്. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരത്തിന് പ്രഗത്ഭ പംക്തി എഴുത്തുകാരനും TV അവതാരകനുമായ കരൺ ഥാപ്പറിനെയും NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ രവീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. മികച്ച പ്രാദേശിക പ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡിന് മാതൃഭൂമി ലേഖകൻ B അശോക് അർഹനായി. അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരത്തിന് പ്രഗത്ഭ പംക്തി എഴുത്തുകാരനും TV അവതാരകനുമായ കരൺ ഥാപ്പറിനെയും NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ രവീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡിന് മാതൃഭൂമി ലേഖകൻ B അശോക് അർഹനായി. അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. 2023 വയലാർ സാഹിത്യ അവാർഡ് 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക്. 2023 വയലാർ സാഹിത്യ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ബെൻഹുവ 15 തുറമുഖത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 തുറമുഖത്തെത്തി. ഷെൻഹുവ 15. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിനെയും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെയുമാണ് മറികടന്നത്.
ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ സുകുമാരൻ അന്തരിച്ചു. ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ സുകുമാരൻ അന്തരിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും LJD സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് MK പ്രേമനാഥ് അന്തരിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും LJD സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് MK പ്രേമനാഥ് അന്തരിച്ചു. പ്രമുഖ CPM നേതാവും തൊഴിലാളി സംഘടനാ രംഗത്തെ അതികായനുമായ മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. ആനത്തലവട്ടം ആനന്ദൻ. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T ശോഭീന്ദ്രൻ അന്തരിച്ചു. പ്രൊഫസർ T ശോഭീന്ദ്രൻ. വനമിത്ര പുരസ്കാരം, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, ഹരിതബന്ധു അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T ശോഭീന്ദ്രൻ അന്തരിച്ചു. വനമിത്ര പുരസ്കാരം, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, ഹരിതബന്ധു അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയും മാതൃഭൂമി ഡയറക്ടറുമായ PV ഗംഗാധരൻ അന്തരിച്ചു. PV ഗംഗാധരൻ പ്രമുഖ സിനിമാ നിർമ്മാതാവാണ്, വ്യവസായിയാണ്, മാതൃഭൂമി ഡയറക്ടറുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒക്ടോബർ മാസത്തെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇനിയുള്ള മാസത്തെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഇതുപോലെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്